അങ്ങനെ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ലോകം കാത്തിരുന്ന ആവേശയുദ്ധം ഇവിടെ ആരംഭിക്കാൻ പോകും. കഴിഞ്ഞ തവണത്തേതിൽ വെച്ച് 10 മടങ്ങ് ശക്തിയോടെയാണ് ഇരുവരും വന്നിരിക്കുന്നത്. എന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത അതേ രാത്രി ഇരുവരും തമ്മിൽ നേർക്കുനേർ പോരാടി. ജീവൻ മരണ പോരാട്ടം. ഇന്നലെ നടന്ന വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിൻ വിജയിച്ചത്. സോ ഈ ഒരു മത്സരത്തെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല. കാരണം കളി കാണുന്നവർക്കും കണ്ടവർക്കും ഈ ഒരു മത്സരത്തെ കുറിച്ച് അറിയാം. കാരണം ഈ ഒരു മത്സരം കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് ടീമാണ് നന്നായിട്ട് കളിച്ചത്, എല്ലാ കാര്യങ്ങളൊക്കെ. ഈ ഒരു മത്സരത്തിൽ അർജന്റീന വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കളിയുടെ തുടക്കം മുതൽ അവസാനം വരെ. അത് തന്നെയാണ് അവരെ റിസൾട്ടിനെ ബാധിച്ചത്. സ്പെയിൻ ആവട്ടെ അർജന്റീന താരങ്ങളെ എല്ലാവരും വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അവരുടെ എല്ലാ തന്ത്രങ്ങളും അതിവിദഗ്ധമായി പഠിച്ചിട്ടാണ് ഈ ഒരു മത്സരത്തിൽ സ്പെയിൻ ഇറങ്ങിയത്. ഈ ഒരു മത്സരത്തിൽ സ്പെയിൻ അർജന്റീനയിൽ മുഴുവൻ താരങ്ങളും, അതായത് മെസ്സി ഉൾപ്പെടെ എല്ലാ താരങ്ങളെയും വളരെ നന്നായിട്ട് മാർക്ക് ചെയ്തിട്ടായിരുന്നു ഈ ഒരു മത്സരം കളിച്ചത്. ഈ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ അർജന്റീനയുടെ എല്ലാ പ്ലാനും പാളി. മര്യാദക്ക് ഒരു ഷോട്ട് പോലും അർജന്റീനയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും വളരെ ടൈറ്റ് ആയിട്ടാണ് അവരും കളിക്കുന്നതും അവർ മാർക്ക് ചെയ്യുന്നതും. പിന്നെ ഈ ഒരു മത്സരത്തിൽ അർജന്റീന താരമായിട്ടുള്ള ആൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് കിട്ടി. അതോടെ തന്നെ അവർ 10 പേരായിട്ട് ചുരുങ്ങി. ഈ മത്സരത്തിന്റെ ഫുൾ ടൈം 0-0 ആയിരുന്നു. അങ്ങനെ അധിക സമയത്തിലോട്ട് മത്സരം നീങ്ങി. അങ്ങനെ അധിക സമയത്തിന്റെ 126-ാം മിനിറ്റിലാണ് സ്പെയിൻ ഒരു ഗോൾ കണ്ടെത്തുന്നത്. അവർക്കായിട്ട് ഗോൾ കണ്ടെത്തിയത് ഫെറാൻ ടോറസ് ആണ്. അവർക്കായിട്ട് ഗോൾ കണ്ടെത്തിയത്. പക്ഷെ ആ ഒരു ഗോളോട് കൂടി തന്നെ അവർ ഈ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്ത് പറയേണ്ട താരമാണ് എമിലിയാനോ മാർട്ടിനസ്. സോ വളരെ മികച്ച പെർഫോമൻസ് ആണ് മാർട്ടിനസ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. അല്ലെങ്കിൽ അർജന്റീന ഒരു ഗോൾ കൊണ്ടൊന്നും ഒതുങ്ങില്ലായിരുന്നു. ഒരു 3-4 ഗോളൊക്കെ സ്പെയിൻ അടിച്ചിരുന്നു. കാരണം വളരെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് കളിച്ചിട്ടുണ്ട് എമിലിയാനോ മാർട്ടിനസ്. സോ എന്തായാലും ഈ ഒരു വീഡിയോനെ കുറിച്ച് ഇത്രയൊക്കെ തന്നെ പറയാം. സ്പെയിൻ വിജയിച്ചു, അർജന്റീന പുറത്തായി. അപ്പൊ എന്തായാലും കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാൻ ശ്രമിക്കാം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.